Hello guys, welcome back to my YouTube channel, Pi Blog. ഇന്ന് ഞാൻ വീഡിയോയിൽ വണ്ടി സംബന്ധമായ ഒരു കാര്യമാണ് കാണിക്കാൻ പോകുന്നത്. അതായത് എൻ്റെ വണ്ടിയിൽ ആൻഡ്രോയിഡിൻ്റെ ഒരു സെറ്റ് വയ്ക്കുകയാണ്. ഇതിലിപ്പം സെറ്റൊന്നും വന്നിട്ടില്ല. ഞാൻ വണ്ടി എടുത്തപ്പം ബേസ് മോഡലാണ് എടുത്തത്. അപ്പോൾ അതിൽ സ്പീക്കറും സെറ്റും ഒന്നുമില്ല. ഞാനത് ഒരു സെറ്റ് ഇവിടെ ഒരു കടയിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് പത്തനംതിട്ടയിൽ. അതിന്ന് വയ്ക്കാൻ പോവാണ്. കൂട്ടത്തിൽ സ്പീക്കേഴ്സും വയ്ക്കണം ഡോറിൽ. അപ്പം സ്പീക്കേഴ്സ് ഞാൻ ഓൾറെഡി ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തുമായിരുന്നു. അത് ഞാൻ കാണിക്കാം. അപ്പം ഇതാണ് സ്പീക്കേഴ്സ്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഈ സെറ്റ് വെക്കുന്നതിൻ്റെ വീഡിയോ, അതായത് ഫിറ്റിങ്ങിൻ്റെ ഒക്കെ വീഡിയോ, ഇൻസ്റ്റാളേഷനൊക്കെ കാണിക്കാം. കൂട്ടത്തിൽ സ്പീക്കേഴ്സിൻ്റെ ഇൻസ്റ്റാളേഷനും പിന്നെ ഞാൻ വെക്കുന്ന സെറ്റ് ഏതാണെന്നും അതിൻ്റെ പെർഫോമൻസ് ഒക്കെ ഞാൻ വെച്ചതിന് ശേഷം കാണിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാൻ. ഞാനപ്പോൾ ഇവിടുന്ന് വണ്ടിയെടുത്ത് ഷോപ്പിലേക്ക് പോവാണ്. ഗൈസ്, ഞാൻ അങ്ങനെ ഷോപ്പിലെത്തി. അപ്പോൾ അതിൻ്റെ വർക്ക് തുടങ്ങാൻ പോവാണ്. ഇൻസ്റ്റാളേഷനൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഗൈസ്, അങ്ങനെ നമ്മുടെ വണ്ടിയിലെ വർക്ക് തുടങ്ങിയിരിക്കുകയാണ്. ഫ്രണ്ട് ഡോർ സ്പീക്കേഴ്സാണ് ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ടിൽ വരുന്ന 2 കോമ്പണൻറ്റ് സ്പീക്കേഴ്സാണ്. അതപ്പം ട്വീറ്റർ സെപ്പറേറ്റ് വരും. അതിന് ക്രോസ് ഓവർ ഒക്കെ ഉണ്ട്. അതിൻ്റെ കണക്ഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചേട്ടനാണ് അത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പം ഈ സ്പീക്കർ ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അതിൻ്റെ ലിങ്കും മോഡൽ നെയിമും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കയറി ചെക്ക് ചെയ്യാം. പിന്നെ ബാക്കി വരുന്നത് കോയാക്ഷ്യൽ സ്പീക്കേഴ്സാണ്. അതും പയോണിയറിൻ്റെ തന്നെ. ഈ ചേട്ടൻ നമ്മുടെ റിവേഴ്സ് ക്യാം ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബൂട്ട് ഓപ്പണിങ്ങിൻ്റെ സൈഡിലായിട്ട് ഡ്രില്ല് ചെയ്ത് അവിടെയാണ് ക്യാമറ കൊടുക്കുന്നത്. അതിൻ്റെ വയറിംഗ് ഒക്കെ ബീഡിങ്ങിനുള്ളിലേക്ക് ഫ്രണ്ടിലോട്ട് കൊടുത്തിട്ടുണ്ട്. മറ്റേ ചേട്ടൻ അവിടെ നമ്മുടെ ആൻഡ്രോയിഡ് സിസ്റ്റം ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സിസ്റ്റമാണ്. അതിൻ്റെ XB-01 Pro Plus എന്നാണ് മോഡൽ നെയിം. അതൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും ലിങ്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മോക്കോ സെറ്റ് എടുക്കും, മോക്കോ അല്ലെങ്കിൽ ഏത് ആൻഡ്രോയിഡ് സിസ്റ്റം എടുത്താലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുക. ഈ സിസ്റ്റം ഇപ്പം 2GB റാമും 32GB റോമും വരുന്നതാണ്. ടെർബോ പ്രോസസ്സറാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്പീഡുണ്ട്, ലാഗൊന്നും കാണില്ല. ഗൈസ്, ഞാനങ്ങനെ ഈ ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ വെച്ചിട്ട് ഇപ്പോൾ വീട്ടിലോട്ട് വന്ന് കയറിയതേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ ആ ഫീച്ചേഴ്സൊക്കെ ഞാനൊന്ന് കാണിക്കാം. അതിനു മുമ്പ് ഇത് ടോട്ടൽ കോസ്റ്റ് എനിക്ക് അയക്കുന്നത് 21,000 ആണ്. ഇതിപ്പോൾ ഈ ആൻഡ്രോയിഡ് സിസ്റ്റം വെച്ചതും അതുപോലെ തന്നെ സ്പീക്കേഴ്സ് ഫിറ്റ് ചെയ്തതിൻ്റെ ഒക്കെ. സ്പീക്കേഴ്സ് സെപ്പറേറ്റ് ആണ്, ഞാൻ നേരത്തെ ഓർഡർ ചെയ്ത് വരുത്തിയാണ്. അതിന് 6,000 ആയി. ഞാൻ ആമസോണിൽ നിന്ന് ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നല്ല സ്പീക്കേഴ്സാണ്. അതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും ഞാൻ കേൾപ്പിക്കാം. അപ്പം സ്പീക്കേഴ്സ് അവിടെ ഫിറ്റ് ചെയ്തതിന് സർവീസ് കോസ്റ്റ് എടുത്തത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടാണ്. ആൻഡ്രോയിഡ് സിസ്റ്റം വെച്ചതിന് സർവീസ് കോസ്റ്റ് ഒന്നുമില്ല. എല്ലാം കൂടെ ചേർത്താണ് അവരെടുത്തേക്കുന്നത്. പിന്നെ സ്പീക്കേഴ്സിന് പതറിച്ച് വരാതിരിക്കാൻ വേണ്ടി ഒരു 2 ഫ്രണ്ട് ഡോറിൻ്റെ 2 സ്പീക്കറിന് സ്പേസേഴ്സ് വെച്ചിട്ടുണ്ട്. അതിൻ്റെയും കോസ്റ്റ് ആയിട്ടുണ്ട്. അല്ലാതെ വയറിങ്ങിൻ്റെ കാര്യമൊന്നും ഇല്ലായിരുന്നു. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഒന്ന് നോക്കാം. നമ്മുടെ സെറ്റിൻ്റെ മെനുവിലേക്ക് പോകുമ്പോൾ ഇത്രയും ആപ്സാണ് ഇതിനകത്തുള്ളത്. നമുക്ക് വേണേൽ എക്സ്ട്രാ ഈ പ്ലേ സ്റ്റോർ വഴി ഡൗൺലോഡ് ചെയ്യാം. ഇതിനകത്ത് ഇപ്പോൾ യൂട്യൂബൊക്കെ ഉണ്ട്. നമ്മുടെ കാർ സെറ്റിങ്സ് എന്ന് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ആക്ച്വലി സിസ്റ്റത്തിൻ്റെ, അതായത് ഈ ആൻഡ്രോയിഡ് സെറ്റിൻ്റെ സെറ്റിങ്സാണ്. ഇതിൽ കൂടെ നമുക്ക് ക്യാമറയുടെയൊക്കെ റെസൊല്യൂഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് ഫാക്ടറി സെറ്റിങ്സ്, പാസ്വേഡൊക്കെ വേണം. അതൊക്കെ ഇനി നോക്കാം. ഇത് കാർ ഇൻഫോ അതിൻ്റെ അകത്തൊന്നുമില്ല. പിന്നെ ഓക്സ്, ബ്ലൂടൂത്ത് മ്യൂസിക് നമ്മുടെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യണം. പിന്നെ വരുന്നത് ഫയൽ എക്സ്പ്ലോറർ, നമ്മുടെ മൊബൈൽ പോലെ തന്നെ ഫയലിൽ വരും. പിന്നെ ഇതിൽ പ്ലേ സ്റ്റോർ ഞാൻ പറഞ്ഞിരുന്നു. നമുക്ക് വൈഫൈ കണക്ട് ചെയ്താൽ അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. മ്യൂസിക്, പിന്നെ ഇതിൻ്റെ അകത്ത് DSP വരുന്നുണ്ട്, വിത്ത് മാജിക് ടച്ച് ആണ്. പിന്നെ മൈക്കാറ്, ഇത് വരുന്നത് നമ്മുടെ സ്റ്റിയറിംഗ് കൺട്രോൾസിൻ്റെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണെന്ന് തോന്നുന്നു. കറക്റ്റ് എനിക്കറിയത്തില്ല, അതായിരിക്കണം. ഇനി നമുക്ക് ഈ സിസ്റ്റത്തിൻ്റെ വാറണ്ടി കാർഡ് ഒന്ന് നോക്കാം. അത് നമ്മൾ തന്നെ ചെയ്യണമെന്നാണ് ഷോപ്പിൽ നിന്ന് പറഞ്ഞത്. ഏതാണ്ട് മെസ്സേജ് അയച്ചാൽ മതി എന്നാണ് ഇതിൻ്റെ സീരിയൽ നമ്പർ വെച്ച്. അപ്പോൾ നമുക്ക് ആ വാറണ്ടി കാർഡ് ഒന്ന് നോക്കാം. ഇതാണ് നമ്മുടെ വാറണ്ടി കാർഡ്. കൂടെ ബില്ലുമുണ്ട്. അപ്പം ഈ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി, നമ്മൾ സീരിയൽ നമ്പർ വെച്ച് ഇതിൻ്റെ വാറണ്ടി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി. ഇതിൻ്റെ പുറകിൽ ഷോപ്പിൽ നിന്ന് തന്നേക്കുന്ന ബില്ലുമുണ്ട്. സിസ്റ്റത്തിൻ്റെ പ്രൈസ് 18,500 ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറയിലേക്കൊന്ന് പോകാം. ഇതിപ്പോൾ ഫ്രണ്ടും ബാക്കും ക്യാമറ വരുന്നുണ്ട് വിത്ത് DVR, അതായത് നമുക്ക് ഫ്രണ്ടും ബാക്കും റെക്കോർഡ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് HD2 സ്ട്രീമിംഗ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നതാണ് ക്യാമറയുടെ. അപ്പം ഇതിപ്പോൾ കാണുന്നത് ഫ്രണ്ടും ബാക്കും വ്യൂ ആണ്. ഇത് ബാക്ക്,
ഇതിനകത്ത് നമുക്ക് റെക്കോർഡ് ചെയ്യാം. അതിപ്പോൾ ഞാൻ മെമ്മറി ഒന്നും കൊടുത്തിട്ടില്ല. ഏതിലേക്കാണ് കൊടുക്കുന്നത് അതിലേക്കായിരിക്കും റെക്കോർഡ് ആവുന്നത്. മെമ്മറി കാർഡ് അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ തന്നെ മെമ്മറി, അതായത് റോം, അതല്ലെങ്കിൽ നമുക്ക് പെൻ ഡ്രൈവ് കണക്ട് ചെയ്ത് അതിലേക്ക് റെക്കോർഡ് ചെയ്യാം. അപ്പം സിസ്റ്റത്തിലേക്ക് സേവ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. സിസ്റ്റം മെമ്മറി ഫുള്ളാകുമ്പോൾ ഇതിൻ്റെ സിസ്റ്റം ലാഗ് ആകാൻ തുടങ്ങും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുക. അപ്പോൾ ഗൈസ്, ഇതാണ് ഇന്നത്തെ വീഡിയോ. കാറിൽ നിന്ന് ഞാൻ വെച്ച ആൻഡ്രോയിഡ് സിസ്റ്റത്തിനെ പറ്റിയാണ് ഞാൻ വീഡിയോ ചെയ്തത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ വണ്ടിയിൽ ഇതുപോലെ ആൻഡ്രോയിഡിൻ്റെ സെറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സെറ്റ് വയ്ക്കുവാണെങ്കിൽ 2-3 ഷോപ്പിൽ വില തിരക്കിയിട്ട് മാത്രം ചെയ്യുക. പലയിടത്തും പല റേറ്റ് ആയിരിക്കും, പ്രത്യേകിച്ച് കേരളത്തിൽ കൂടുതലായിരിക്കും. അതുകൊണ്ട് നോർത്ത് ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു ഷോപ്പിൽ തിരക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ യൂട്യൂബിൽ കണ്ട് 2-3 ഷോപ്പിൽ തിരക്കി അവിടുത്തെ റേറ്റ് കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ കേരളത്തിൽ വെച്ചത്. കാരണം ഇവിടെ എങ്ങനെ പോയാലും ഇപ്പം ഞാൻ വെച്ച സെറ്റിന് ഇപ്പം 18,500 ആണ്. നമ്മളെങ്ങും തിരക്കാതെ ഡയറക്റ്റ് പോയി ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരും 22,000-25,000 വരും വാങ്ങും. കാരണം ഇതിൻ്റെ MRP വരുന്നത് 31,000 ആണ്. അതിൽ നിന്ന് കൂടിപ്പോയൊരു 4,000 അല്ല 5,000 രൂപ ഇവർ കുറച്ച് തരത്തുള്ളൂ. ചിലപ്പോൾ 25 പറയും. അതുകൊണ്ട് പലയിടത്തും തിരക്കിയിട്ട് മാത്രം ചെയ്യുക. എന്നോട് ആദ്യം 25 പറഞ്ഞു. പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ നോർത്ത് ഇന്ത്യയിൽ നിന്ന് പറഞ്ഞില്ല, ഞാൻ വേറെ ഷോപ്പിൽ തിരക്കിയപ്പം ഇത്രയാണ് എനിക്ക് തന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വാട്സാപ്പ് മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ടും കാണിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ റേറ്റ് കുറച്ചത്. അപ്പം പ്രത്യേകിച്ച് കേരളത്തിൽ റേറ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് യൂട്യൂബിലൊക്കെ നോർത്ത് ഇന്ത്യൻസിൻ്റെ കുറേ ഷോപ്സ് ഉണ്ട്. അവരെ ഒന്ന് കോൺടാക്ട് ചെയ്ത് റേറ്റ് തിരക്കുന്നത് നല്ലതായിരിക്കും നിങ്ങൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സെറ്റ്. അതുപോലെ അത്യാവശ്യം നല്ല സെറ്റ് തന്നെ വയ്ക്കുക. റാമും 2GB റാമും അതുപോലെ തന്നെ 32GB ഇൻറ്റർണൽ മെമ്മറിയാണ് ഇപ്പോൾ ഇതിനുള്ളത്. ഇത് പക്ഷേ ടെർബോ പ്രോസസ്സറാണ്. അപ്പോൾ നിങ്ങൾ 4GB ഒക്കെ വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. പക്ഷേ അന്നേരം റേറ്റ് പിന്നെയും കൂടും. അത് ബ്രാൻഡ് അനുസരിച്ച് മാറും. ഇതിപ്പം പ്രീമിയം ബ്രാൻഡാണ്. അതുകൊണ്ട് ഇതിൻ്റെ 4GB വെക്കാൻ പോയി എങ്ങനെ ആയാലും 10, 25, 26 രൂപ നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ പോലും ആവും സെറ്റിന് മാത്രം. അപ്പം നിങ്ങൾ നോക്കിയിട്ട് വയ്ക്കുക. അൺപ്ലഗിൻ്റെ ഉണ്ട്, അതും ഇവരുടെ ബ്രാൻഡ് തന്നെയാണ്. ഇതിൻ്റെ പ്രീമിയം സെഗ്മെൻറ്റിന് തൊട്ട് താഴെ വരുന്ന അവർ 4GB എടുക്കുവാണെങ്കിൽ ചിലപ്പോൾ ഇത്രയും റേറ്റ് ആകത്തില്ല. 20,000 ചിലപ്പോൾ കിട്ടിയേക്കും. ഗൈസ്, ഞാനപ്പോൾ ഈ സിസ്റ്റം ഇങ്ങോട്ട് വെച്ചിട്ട് വന്നതേ ഉള്ളൂ. ശരിക്കും യൂസൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തിട്ട് ഒരു റിവ്യൂ വീഡിയോ പിന്നീട് ഇടാം. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്കിനി അടുത്ത വീഡിയോ കാണാം.